ഇക്കൊല്ലത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ. നമ്മൾ നാരങ്ങ പറിക്കാൻ പോവാണേ. വാ, എടുക്കണ്ട ഇങ്ങോട്ടാ പോന്നെ. കൊക്കയില്ലാണ്ട് എങ്ങനെ കിട്ടുമോ നാരങ്ങ? എറിഞ്ഞിടാൻ പറ്റുമോ? എറിഞ്ഞാ വീഴുന്ന നാരങ്ങ നല്ലത്, ഭയങ്കര ഉറപ്പുള്ളതാ. അതാ റേയൂട്ട നാരങ്ങ, അതാ കാണുന്നുണ്ടാ? ഇത്ര നാരങ്ങ കമാൻ, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എല്ലാം മോളാ ഗൈസ്, കണ്ടാ? എല്ലാം പഴുത്തിട്ടുണ്ട്, പക്ഷെ എല്ലാം മോളാ. എങ്ങനെ പറിക്കും? നമ്മൾ കൊണ്ടുവന്ന കൊക്കയൊന്നും എവിടെ എത്തുമല്ല. ആരെങ്കിലും എറിഞ്ഞിട്ട് തരാൻ വേണേ. മോളുള്ള നാരങ്ങ പറിക്കാൻ ചെറിയ വടിയുമായിട്ട് വന്ന നമ്മൾ ചെറിയ മരത്തുമ്മലെ നാരങ്ങ പറിക്കാൻ ചെറിയ വടിയെടുത്താന്ന് ഞങ്ങൾ വന്ന കേട്ടോ. അങ്ങ് മോളെത്തിയിട്ടുണ്ട് നാരങ്ങ. പോവല്ല. അങ്ങനെ ശശികളായിട്ട് നമ്മൾ പോകുകയാണ്. അയ്യോ, തീരെ ഒരു അപ്പം അങ്ങനെ കിട്ടുമായിരിക്കും, ഇത് കിട്ടുമായിരിക്കും, ഇത് കിട്ടുമായിരിക്കും. വൈകുന്നേരം വരാം. വൈകുന്നേരം ഒരു കൊക്കേൻ്റെ മുകളിൽ വേറൊരു കൊക്കയെ കൂടെ കെട്ടി, വലിയ കൊക്കയൊക്കെ ഇട്ട് വരാം. എന്തായാലും നമുക്കൊന്ന് പറിക്കാം. പണ്ടൊക്കെ താഴെ നിറച്ചുണ്ടാവുകയാണ്. താഴെ നിറച്ചുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേഗം പറിക്കാൻ പറ്റും. ചെറിയ കൊക്കേനെ കൊണ്ടെല്ലാം പറിക്കാം. ഇപ്പം മരം വല്ലാതെ അങ്ങ് വലുതായി. എന്തെന്നാ കിട്ടിയില്ല? പൂക്കണ്ട, നല്ല ഭംഗിയില്ല. ഇതാണ് ആനത്തവര. പോവാ, അത് പറിക്കാനാവൂല. ആനത്തവളയല്ല, ആനത്തവര എന്നാണ് തോന്നുന്നതിന് പറയാ. നല്ല വെയില് വന്നേ. അമ്മുമ്മ അതാ പോന്ന്. നാരങ്ങ കിട്ടാത്ത സങ്കടത്തിൽ അമ്മുമ്മ അതാ മുന്നിൽ ഓടുന്നു. ഇനി ഓടുന്ന ഇനി മാവ് പൂത്താണ്ടിക്കാ. മാവുകളെല്ലാം പൂത്തല്ലോ. മാങ്ങയും ചക്കയൊക്കെ ഉണ്ടാകാറായില്ലേ. ജലദോഷം പിടിച്ചിട്ട് തൊണ്ട ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. ഇപ്പം അടുത്ത് 2 ആഴ്ച മുമ്പ് ഒരു ജലദോഷം കഴിഞ്ഞേ ഉള്ളൂ. പിന്നെയും വന്നു. ഇതാ ഇയാൾക്ക് എപ്പോൾ ജലദോഷം വന്നാലും എളുപ്പം വരും, അതിനൊരു രക്ഷയില്ല. അപ്പം എന്താ ഗൈസ്, വൈകുന്നേരം ഞങ്ങൾ പോയിട്ട് ഒന്നുകൂടെ പറിച്ച് നോക്കാം. കിട്ടിയാൽ അങ്ങനെ ഞങ്ങൾക്ക് നാരങ്ങ കിട്ടി ഗൈസ്. ടൻഡഡേ, വലിയ കൊക്ക കൊണ്ടുപോയി പറിക്കാൻ വൈകുന്നേരം എന്നെല്ലാം വിചാരിച്ചിരിക്കുമ്പോഴാണ് ഏട്ടൻ വന്നത്. അപ്പോൾ ഏട്ടൻ പോയി 2 കല്ലെടുത്ത് എറിഞ്ഞിട്ടതും 2 എണ്ണം വീണിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം ഞങ്ങൾക്ക് കിട്ടിയേ. തൊലിയൊക്കെ കളഞ്ഞ് ഞങ്ങൾ മുറിച്ചത് തിന്നാൻ പോവാണേ. ഞാനിത് മുറിക്കുമ്പോൾ 2 പേര് ഇവിടെ നിന്ന് വായിൽ വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വായിൽ കൂടെ കപ്പലണ്ടി ഒഴുകുന്നുണ്ട്. ഉപ്പും കൂട്ടി തിന്ന അമ്മയെന്നൊക്കെ മോനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ അവരവിടെ നിൽപ്പിച്ച് ഞാൻ ആദ്യം ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്തെ തൊലി കൂടി കഴിച്ചു പോയാൽ ഭയങ്കര കയ്പ്പാണ്. തൊലി ഇല്ലാതെ നമ്മളിങ്ങനെ അല്ലി മാത്രമായിട്ട് എടുത്തിട്ടാണ് കഴിക്കേണ്ടത്. ഇനി അവർക്കും കൂടെ കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.